JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താലേ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഇന്ന് നമ്മൾ 25/6/2024 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യനുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഈ 25/6/2024 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അതുപോലെ തന്നെ 2023 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട PSC ആവർത്തിച്ച് വന്ന ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ഓപ്ഷൻ എ ബ്രസീൽ, ഓപ്ഷൻ ബി ചൈന, ഓപ്ഷൻ സി അമേരിക്ക, ഓപ്ഷൻ ഡി ഇന്ത്യ. ഏതാണ് ശരി ഉത്തരം? ലോകത്താണ് ചോദ്യം. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ഏതാണ്? ഇന്ത്യയാണ് അല്ലെ? എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ. ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണമെന്ന് പറയാൻ കാരണം എന്ത്? ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണമെന്ന് പറയാൻ കാരണം എന്ത്? ഓപ്ഷൻ എ ആഹാരത്തിന്റെ രുചി അറിയാൻ, ഓപ്ഷൻ ബി പല്ലിന് വ്യായാമം ലഭിക്കാൻ, ഓപ്ഷൻ സി ദഹനം സുഗമമാക്കാൻ, ഓപ്ഷൻ ഡി ആഹാരത്തില് ഹൈഡ്രോക്ലോറിക് ആസിഡ് കലരാൻ. ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണമെന്ന് പറയാൻ കാരണം എന്ത്? ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് അല്ലെ? ഏതാണ് അതിന്റെ ആൻസർ? ദഹനം സുഗമമാക്കാൻ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ഓപ്ഷൻ എ ലാക്റ്റിക് ആസിഡ്, ഓപ്ഷൻ ബി മാലിക് ആസിഡ്, ഓപ്ഷൻ സി സിട്രിക് ആസിഡ്, ഓപ്ഷൻ ഡി അസറ്റിക് ആസിഡ്. ഏതാണ് ശരി ഉത്തരം? ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ഏതാണ്? മാലിക് ആസിഡ് ആണ് അല്ലെ? ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? മാലിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ സൗര ദൗത്യത്തിന്റെ പേര് എന്ത്? ഇന്ത്യയുടെ സൗര ദൗത്യത്തിന്റെ പേര് എന്ത്? ഓപ്ഷൻ എ ആദിത്യ L1, ഓപ്ഷൻ ബി മംഗൾയാൻ, ഓപ്ഷൻ സി ചന്ദ്രയാൻ, ഓപ്ഷൻ ഡി ഗഗൻയാൻ. ഏതാണ് ശരി ഉത്തരം? ഇന്ത്യയുടെ സൗര ദൗത്യത്തിന്റെ പേര് എന്ത്? ആദിത്യ L1 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഏകദിന ക്രിക്കറ്റില് ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആര്? ഏകദിന ക്രിക്കറ്റില് ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആര്? ഓപ്ഷൻ എ രോഹിത് ശർമ്മ, ഓപ്ഷൻ ബി KL രാഹുൽ, ഓപ്ഷൻ സി വിരാട് കോഹ്ലി, ഓപ്ഷൻ ഡി സച്ചിൻ തെണ്ടുൽക്കർ. ആരാണ് യഥാർത്ഥ ശരി ഉത്തരം? ആരാണ് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം? ആരാണ്? വിരാട് കോഹ്ലിയാണ് അല്ലെ? വിരാട് കോഹ്ലിയാണ് ഏകദിന ക്രിക്കറ്റില് ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം. അടുത്ത ക്വസ്റ്റ്യൻ. മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ ആര്? മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ ആര്? ഓപ്ഷൻ എ അല്ലു അർജുൻ, ഓപ്ഷൻ ബി മമ്മൂട്ടി, ഓപ്ഷൻ സി അമിതാഭ് ബച്ചൻ, ഓപ്ഷൻ ഡി രജനീകാന്ത്. ആരാണ് ശരി ഉത്തരം? അല്ലു അർജുൻ ആണ് മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ. ആരാണ്? അല്ലു അർജുൻ. അടുത്ത ക്വസ്റ്റ്യൻ. 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെയാണ്? 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെയാണ്? ഓപ്ഷൻ എ ലണ്ടൻ, ഓപ്ഷൻ ബി മോസ്കോ, ഓപ്ഷൻ സി ബീജിംഗ്, ഓപ്ഷൻ ഡി പാരീസ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, പാരീസ്. 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെയാണ്? പാരീസ്. അടുത്ത ക്വസ്റ്റ്യൻ. നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ ജനിതക രോഗങ്ങള്, ഓപ്ഷൻ ബി തൊഴിൽജന്യ രോഗങ്ങള്, ഓപ്ഷൻ സി അപര്യാപ്തത രോഗങ്ങള്, ഓപ്ഷൻ ഡി ഇവ ഏതുമല്ല. നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? അപര്യാപ്തത രോഗങ്ങൾ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. അപര്യാപ്തത രോഗങ്ങൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ
അപര്യാപ്തത രോഗങ്ങൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം നെല്ലിനങ്ങൾ ഏവ? താഴെ തന്നിരിക്കുന്ന ഓപ്ഷന്റെ അകത്ത് സങ്കര ഇനം നെല്ലിനങ്ങൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ലോല മാലിക, ഓപ്ഷൻ ബി കിരൺ അർക്ക, ഓപ്ഷൻ സി സൂര്യ ശ്വേത, ഓപ്ഷൻ ഡി പവിത്ര അന്നപൂർണ. ഏതാണ് സങ്കര ഇനം നെല്ലിനങ്ങള്? പവിത്ര, അന്നപൂർണ എന്നിവയാണ് സങ്കര ഇനം നെല്ലിനങ്ങള്. അടുത്ത ക്വസ്റ്റ്യൻ. ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? 4 പ്രസ്താവനകളാണ് താഴെ തന്നിട്ടുള്ളത് അല്ലെ. അതിന്റെ അകത്ത് ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോന്നും നോക്കാം അല്ലെ. ഓപ്ഷൻ എ ദീർഘകാലം മണ്ണിൽ നശിക്കാതെ കിടക്കുന്നു, ഓപ്ഷൻ ബി മണ്ണിലേക്ക് ജലം ഇറങ്ങുന്നത് തടയുന്നു, ഓപ്ഷൻ സി വേരുകളുടെ വളർച്ച തടസ്സപ്പെടുത്തുന്നു, ഓപ്ഷൻ ഡി മണ്ണിലെ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. ഏതാണ് ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഏതാണ്? മണ്ണിലെ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. അതാണ് ശരിയല്ലാത്ത പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം? എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം? 1 കാൽസ്യം, 2 സോഡിയം, 3 ഫോസ്ഫറസ്, 4 അയഡിൻ. ഓപ്ഷൻ എ 1 ശരി 3 ശരി, ഓപ്ഷൻ ബി 2 ശരി 4 ശരി, ഓപ്ഷൻ സി 1 തെറ്റ് 2 ശരി, ഓപ്ഷൻ ഡി 3 തെറ്റ് 4 ശരി. ഏതാണ് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെ നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം? ഏതെല്ലാമാണ്? 1 ശരി 3 ശരി. 1 കാൽസ്യം ശരിയാണ്, 3 ഏതാണ്? ഫോസ്ഫറസും ശരിയാണ്. അപ്പോൾ 1 3 കാൽസ്യവും ഫോസ്ഫറസുമാണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നതിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏവ? 4 ജീവികളുടെ പേരുകൾ താഴെ തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 സഞ്ചാരിപ്രാവ്, 2 മലമുഴക്കി വേഴാമ്പല്, 3 മലബാർ വെരുക്, 4 ക്വാഗ. ഏതാണ് ഇതിൻ്റെ അകത്ത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികള്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1 ശരി 2 തെറ്റ്, ഓപ്ഷൻ ബി 2 തെറ്റ് 4 ശരി, ഓപ്ഷൻ സി 2 ശരി 3 ശരി, ഓപ്ഷൻ ഡി 1 ശരി 4 ശരി. ഏതാണ് ഇതിൻ്റെ അകത്ത് ശരിയായത്? 2 ശരി 3 ശരി. 2 ഏതാണ്? ഏതാണ്? മലമുഴക്കി വേഴാമ്പല്. 3 ഏതാണ്? മലബാർ വെരുക്. ഇവയാണ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ. മലമുഴക്കി വേഴാമ്പലും മലബാർ വെരുകും. അടുത്ത ക്വസ്റ്റ്യൻ. 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല. 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല. ഓപ്ഷൻ എ കോഴിക്കോട്, ഓപ്ഷൻ ബി വയനാട്, ഓപ്ഷൻ സി പാലക്കാട്, ഓപ്ഷൻ ഡി ഇടുക്കി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, കോഴിക്കോട്. 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല കോഴിക്കോട്. അടുത്ത ക്വസ്റ്റ്യൻ. ഐക്യരാഷ്ട്ര സംഘടന 2023 എന്ത് വർഷമായാണ് ആചരിക്കുന്നത്? ഐക്യരാഷ്ട്ര സംഘടന 2023 എന്ത് വർഷമായാണ് ആചരിക്കുന്നത്? ഓപ്ഷൻ എ നെല്ല്, ഓപ്ഷൻ ബി ജൈവ വൈവിധ്യം, ഓപ്ഷൻ സി മണ്ണ്, ഓപ്ഷൻ ഡി ചെറുധാന്യങ്ങൾ. ഐക്യരാഷ്ട്ര സംഘടന 2023 എന്ത് വർഷമായാണ് ആചരിക്കുന്നത്? ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചെറുധാന്യങ്ങൾ വർഷമായാണ് ആചരിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടന 2023 ചെറുധാന്യങ്ങൾ വർഷമായാണ് ആചരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ചില ലോഹങ്ങളും അവയുടെ അയിരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക. ജോഡിയിലായിട്ട് ചില ലോഹങ്ങളും അവയുടെ അയിരുകളുമാണ് താഴെ തന്നിരിക്കുന്നത്. 4 എണ്ണമായിട്ട് തന്നിട്ടുണ്ട്. 4 ജോഡികൾ തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ശരിയല്ലാത്ത ജോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓരോ ജോഡിയും നമുക്ക് നോക്കാം അല്ലെ. ഓപ്ഷൻ എ അലുമിനിയം ബോക്സൈറ്റ്, ഓപ്ഷൻ ബി സിങ്ക് ഗലീന, ഓപ്ഷൻ സി ഇരുമ്പ് ഹേമറ്റൈറ്റ്, ഓപ്ഷൻ ഡി കോപ്പർ കുപ്രൈറ്റ്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ സാധിച്ചു. ഏതാണ് ശരി ഉത്തരം? സിങ്ക് ഗലീനയാണ് അല്ലെ. സിങ്ക് ഗലീനയാണ് ശരിയല്ലാത്ത ജോഡി. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. ഗതികോർജം താഴെ തന്നിരിക്കുന്നതിൽ എന്തിനെയെല്ലാം ആശ്രയിക്കുന്നു? ഒരു വസ്തുവിന്
അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. ഗതികോർജ്ജം താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെയെല്ലാം ആശ്രയിക്കുന്നു? 1 ഉയരം, 2 മാസ്, 3 പ്രവേഗം, 4 ഗുരുത്വാകർഷണ ബലം. എന്തിനെല്ലാമാണ് ഗതികോർജ്ജം ആശ്രയിക്കുന്നത്? ഈ 4 എണ്ണത്തിനകത്ത് ഏതിനെയൊക്കെയാണ് ഗതികോർജ്ജം ആശ്രയിക്കുന്നത്? ഓപ്ഷൻ എ 1ഉം 2ഉം, ഓപ്ഷൻ ബി 3ഉം 4ഉം, ഓപ്ഷൻ സി 2ഉം 3ഉം, ഓപ്ഷൻ ഡി 1ഉം 4ഉം. ഏതിനെയൊക്കെയാണ് ഗതികോർജ്ജം ആശ്രയിക്കുന്നത്? 2ഉം 3ഉം. ഏതൊക്കെയാണ്? മാസും പ്രവേഗവും. മാസും പ്രവേഗത്തെയാണ് ഗതികോർജ്ജം ആശ്രയിക്കുന്നത്. മാസ്, പ്രവേഗം. അടുത്ത ക്വസ്റ്റ്യൻ. എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മൗക്കി, ബവേൽഡി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐ ഇക്കനോവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മൗക്കി, ബവേൽഡി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐ ഇക്കനോവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ഓപ്ഷൻ എ ക്ലിക്ക് കെമിസ്ട്രി, ഓപ്ഷൻ ബി കോവിഡ് വാക്സിൻ, ഓപ്ഷൻ സി ഓർഗാനോ കറ്റാലിസിസ്, ഓപ്ഷൻ ഡി ക്വാണ്ടം ഡോട്ട്സ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ക്വാണ്ടം ഡോട്ട്സ്. ക്വാണ്ടം ഡോട്ട്സുമായി ബന്ധപ്പെട്ടാണ് മൗക്കി, ബവേൽഡി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐ ഇക്കനോവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. ക്വാണ്ടം ഡോട്ട്സ്. അടുത്ത ക്വസ്റ്റ്യൻ. ശബ്ദ തരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. 4 പ്രസ്താവനകളാണ് അല്ലെ താഴെ തന്നിട്ടുണ്ട്. അത് ശബ്ദ തരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളാണ് ഈ 4 എണ്ണം. അതിൻ്റെ അകത്ത് ശരിയല്ലാത്തവ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോന്നും പ്രസ്താവനകൾ നോക്കാം അല്ലെ. 1 വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാവുന്നത്. 2 ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ ഒരു മാധ്യമം ആവശ്യമാണ്. 3 സാധാരണഗതിയിൽ ഒരാൾക്ക് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ ആവൃത്തിയുള്ള ശബ്ദം കേൾക്കാൻ കഴിയും. 4 ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലാണ്. അപ്പോൾ ഈ പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 2ഉം 3ഉം, ഓപ്ഷൻ ബി സി 4 മാത്രം, ഓപ്ഷൻ ഡി 3 മാത്രം. ഏതാണ് ഇതിനകത്ത് ശരിയല്ലാത്തവ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ സി ആണ്, 4 മാത്രമാണ് ശരിയല്ലാത്തവ. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലാണ് എന്നത് മാത്രമാണ് ശരിയല്ലാത്ത പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ. ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരുന്ന പ്രൊപ്പല്ലന്റ് ഏത്? ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരുന്ന പ്രൊപ്പല്ലന്റ് ഏത്? ഓപ്ഷൻ എ ബ്യൂട്ടൈൻ, ഓപ്ഷൻ ബി ദ്രാവക അമോണിയ, ഓപ്ഷൻ സി സൾഫർ ഡയോക്സൈഡ്, ഓപ്ഷൻ ഡി ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും. ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരുന്ന പ്രൊപ്പല്ലന്റ് ഏതാണ്? ഈ ഓപ്ഷന്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും. അടുത്ത ക്വസ്റ്റ്യൻ. X എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 1 ആയാൽ ആ മൂലകത്തിലെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 8, ഓപ്ഷൻ ഡി 11. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, 3. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.